ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സിമ്പിൾ ചേരുവയിൽ നല്ല അടിപൊളി ഒരു ബീഫ് കറി വെച്ചാലോ. അതിനായിട്ട് 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് അരിഞ്ഞെടുക്കാം. നമ്മൾ ബീഫെല്ലാം പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിന് ഒരു 2-3 വെള്ളത്തിൽ നമുക്കൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് നന്നായിട്ട് കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് മസാലക്കൂട്ട് ചേർത്ത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിനായിട്ട് വേണ്ടത് 1 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് കുരുമുളക് പൊടി, 1 സ്പൂൺ ഉപ്പ്, 1 സ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു തണ്ട് കറിവേപ്പില, ഒരു സവാള അരിഞ്ഞത്. ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുക്കറിലോട്ട് ഒരു 6-7 വിസിലടിക്കുന്നത് വരെ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആ മസാലയെല്ലാം ചേർത്ത് നന്നായിട്ട് പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലോട്ട് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള ചേരുവകളെല്ലാം തയ്യാറാക്കാം. നമ്മൾ ബീഫിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് 2 പിടി കൊച്ചുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇടത്തരം സവാള 3 സവാള, ഒരു 3 തക്കാളി, ഒരു കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ മല്ലിയില നുറുക്കിയതൊരു പിടി, അതുപോലെ തന്നെ ഒരു അരമുറി തേങ്ങ കനം കുറച്ചരിഞ്ഞത്, അതുപോലെ ഒരു 2 പച്ചമുളക്, അതുപോലെ ഒരു 3 തണ്ട് കറിവേപ്പില, അതേപോലെ തന്നെ 2 ടീസ്പൂണ് മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് ഗരം മസാലയാണ്. ഇത് നമ്മൾ തന്നെ വീട്ടിൽ പൊടിച്ചെടുത്തതാണ്. ഇതൊരു 1/4 ടീസ്പൂണ്. അതുകൂടാതെ മീറ്റ് മസാല ഒരു 2 സ്പൂണ്. അപ്പം നമുക്ക് സവാള ഒന്ന് വഴറ്റി എടുക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മുടെ തേങ്ങ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവാള ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാള നല്ലപോലെ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളിക്ക ചേർത്ത് കൊടുക്കാം. തക്കാളിക്ക നന്നായിട്ട് വഴന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയെല്ലാം നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ മസാലയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ മസാലക്കൂട്ടെല്ലാം നന്നായിട്ട് വെന്ത് എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന ബീഫിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ബീഫാണിത്. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് ചെറു ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് കടുക് വറക്കാം. ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്കൊരു 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ശേഷം നമുക്ക് കടുകിടാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. സാധാരണ എല്ലാവരും ബീഫ് കറി വെക്കുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചതച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ വ്യത്യസ്തമായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് എണ്ണയ്ക്കകത്ത് വറുത്ത് ബീഫിനകത്ത് ചേർത്ത് കൊടുക്കുകയാണ്. അതീവ രുചികരമാണ്. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ അതാ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇടിമുളക് ചേർത്ത് കൊടുക്കാം. അതാ ബീഫ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് വറുത്ത് വെച്ച കടുക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ രുചികരമായ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ